വടക്കാഞ്ചേരി കോഴ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും തമ്മിൽ വടംവലി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിനെ പുല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. മറ്റത്തൂരിലെ കൂട്ടരാജിയിലും മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കോഴ വിവാദത്തിലും ലീഗ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം CPIM-നെ പ്രതിരോധത്തിലാക്കുന്നതിനോടൊപ്പം UDF-നുള്ളിലും തലവേദനയാകുന്നു. ഇതിന് പ്രധാന കാരണം ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് മത്സരമാണ്. വീണ് കിട്ടിയ വടി ഉപയോഗിച്ച് ലീഗിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രനായ KU ജാഫർ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. വോട്ടിന് പാരിതോഷികമായി 50 ലക്ഷം രൂപ ലഭിച്ചുവെന്ന ശബ്ദരേഖ പുറത്തുവന്നതോടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിരോധത്തിലായത്. സംഭവം വിവാദമായതിന് തൊട്ടുപിന്നാലെ ജാഫറിനെ ലീഗിൽ നിന്ന് പുറത്താക്കുകയും തുടർന്ന് ഇയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാഫറിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഇന്നലെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതോടെയാണ് സംഭവം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ജാഫർ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു നിൽക്കുന്നതിനിടെയാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്കെത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് തൊട്ടുപിന്നാലെ ജാഫറിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയുമായി പാഞ്ഞടുക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്നും ഒരു വീടിന്റെ പറമ്പിലൂടെ റോഡിലേക്ക് എത്തി സുഹൃത്തിന്റെ ബൈക്കിൽ കയറി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ജാഫർ ഒടുവിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. KU ജാഫറിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കടുത്ത എതിർപ്പിലാണ്. ജാഫറിന് പാർട്ടി സംരക്ഷണം നൽകണമെന്നാണ് ലീഗിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.